കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അസബാഹിന് ചുമതലയേറ്റു. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. പലസ്തീനു നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ 2 കൗമാരക്കാർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു. 16-17 വയസ്സുള്ള കൗമാരക്കാരാണ് വെസ്റ്റ് ബാങ്കിന് സമീപമുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണം നടത്തിയ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 50 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇസ്രായേലിന്റെ 3 ആഴ്ചത്തെ ആക്രമണത്തിന് ശേഷം നടത്തിയ തെരച്ചിലിലാണ് ഇത്രയും മൃതദേഹങ്ങൾ കിട്ടിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 60 പേരെങ്കിലും കൊല്ലപ്പെട്ട ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഗസ വിഷയത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ അബുദാബി സന്ദർശിച്ചു. അബുദാബി മെഡിയോർ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗൗതം ഗംഭീർ കുട്ടികളുമായി സംവാദത്തിലേർപ്പെട്ടു. UAEയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. തിങ്കളാഴ്ച ഉച്ചവരെയാണ് അലർട്ട്. നിരവധി തൊഴിലന്വേഷകർക്ക് ആശ്വാസം പകർന്ന് അബുദാബി പയ്യന്നൂർ KMCC മണ്ഡലമൊരുക്കിയ ജോബ് ഫെയർ. 500ഓളം തൊഴിലവസരങ്ങളുമായി പ്രമുഖ കമ്പനികളും സ്ഥാപനങ്ങളുമാണ് ജോബ് മേളയിൽ ഇന്റർവ്യൂ നടത്തിയത്. വിസിറ്റിംഗ് വിസയിൽ സൗദിയിലെത്തിയ മലയാളി വനിത മരിച്ചു. തൃശൂർ ചാവക്കാട് കടപ്പുറം നാലകത്ത് ചാലക്കൽ ഉമ്മു ഹബീബയാണ് റിയാദ് അദികയിലെ താമസ സ്ഥലത്ത് മരണപ്പെട്ടത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. 2 ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്.